നിങ്ങൾ ഇന്ന് തന്നെ ഈ നിമിഷം നിർത്തേണ്ട 3 ദുസ്വഭാവങ്ങൾ പറയാം. അത് നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുമെന്ന് ഉറപ്പാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റോപ്പ് റിഗ്രറ്റിംഗ് ദ പാസ്റ്റ്. കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചുള്ള സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ ഒഴിവാക്കുക. അയ്യോ, എൻ്റെ സാമ്പത്തികം നഷ്ടപ്പെട്ടു പോയില്ലേ, എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ലല്ലോ, എനിക്ക് ജീവിക്കാൻ പറ്റിയിട്ടില്ലല്ലോ, എൻ്റെ ഫാമിലി മോശമാണല്ലോ, എൻ്റെ ഫാമിലി നല്ലതാണല്ലോ, അവരെന്നെ ഇട്ടേച്ച് പോയതല്ലേ, എന്നെ ആരോ ചീറ്റ് ചെയ്തില്ലേ, എന്ത് സംഭവിച്ചാലും അതിനെക്കുറിച്ച് ഓർത്തിരിക്കുന്നത് കൊണ്ട് ഒരു കാര്യമില്ല, വെറുതെ ടൈം വേസ്റ്റ് മാത്രമാണ്. അതുകൊണ്ട് പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് റിഗ്രറ്റ് ചെയ്യാതിരിക്കുക. രണ്ടാമത്തത് സ്റ്റോപ്പ് വെറിയിങ് അബൌട്ട് ദ ഫ്യൂച്ചർ. ഭാവിയെക്കുറിച്ചുള്ള ആവലാതികൾ അങ്കലാപ്പുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അയ്യോ, എനിക്ക് ജോലി കിട്ടുമോ, എനിക്ക് പഠിക്കാൻ കഴിയുമോ, എൻ്റെ ഭാവി എന്താകും, എനിക്ക് രോഗം വരുമോ, എനിക്ക് നല്ല ജീവിതം കിട്ടുമോ, എനിക്ക് വീട് വെക്കാൻ പറ്റുമോ, എൻ്റെ കുടുംബം എൻ്റെ കൂടെ ഉണ്ടാവുമോ, എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഉണ്ടാവുമോ, ഒന്നിനെക്കുറിച്ച് ആലോചിക്കേണ്ട. സൈക്കോളജിയും പഠനങ്ങളൊക്കെ പറയുന്നത് മനുഷ്യൻ സങ്കടപ്പെടുന്ന, ഭാവിയെക്കുറിച്ച് ഭയക്കുന്ന 85% കാര്യങ്ങളും സംഭവിക്കാറില്ല എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്ന, നിങ്ങൾ തന്നെ വെറുതെ ആലോചിക്കുക, കഴിഞ്ഞു പോയ കാലങ്ങളിൽ ഓവറായിട്ട് ടെൻഷൻ അടിച്ച പല കാര്യങ്ങളും ഇന്ന് ആലോചിക്കുമ്പോൾ വെറുതെയാണ്. കാര്യം അതൊന്നും ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അനാവശ്യമായ വെറി ഒഴിവാക്കുക, ജീവിതം രക്ഷപ്പെടും എന്നുള്ളതാണ്. മൂന്നാമത്തത് സ്റ്റോപ്പ് ഫൈൻഡിങ് യുവർ ഹാപ്പിനെസ് ഇൻ അതർ പീപ്പിൾ. നിങ്ങളുടെ സന്തോഷം മറ്റുള്ളവരിൽ നിങ്ങൾ നോക്കി നടക്കരുത്. അവർ നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. നിങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇന്നറിലാണ്, ഉള്ളിലാണ്. നിങ്ങൾക്ക് വളരെ നിസ്സാരമായ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ പറ്റും. അതിന് പണം തന്നെ വേണമെന്നില്ല. ഏത് സാഹചര്യത്തിലും സന്തോഷം കണ്ടെത്താൻ പറ്റും. എന്തായാലും മറ്റുള്ളവരാണ് നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ടത് എന്ന് വിചാരം നിങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ ജീവിതം രക്ഷപ്പെടും എന്നുള്ളതാണ്. ഈ 3 പോയിന്റും ഗാഢമായി ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്.